ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാനം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നാളെ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തുക. ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും പ്രഖ്യാപനം. പ്രഖ്യാപനത്തിനെതിരെ ആശാവർക്കർമാരും വിവിധ കർഷക സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട്. ആശമാരുടെ സമരം ഇന്ന് 265 ദിവസത്തിലേക്ക് നീങ്ങുകയാണ്. മിനിമം കൂലി ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ആശമാരുടെ നിലപാട്. നാളെ മുതൽ സമരത്തിന്റെ രൂപം മാറ്റുകയാണ്. ഗ്രാമീണ തലത്തിൽ മറ്റു തരത്തിലേക്കുള്ള ക്യാമ്പയിൻ, അതായത് സാധാരണക്കാരുടെ ഇടയിലേക്ക് കൂടി ഇറങ്ങിച്ചെന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് ആശമാർ പോവുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാർ നൽകും. രജിത്, സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് തന്നെ ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാകാൻ നമ്മൾ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് നാളെ നടക്കാനിരിക്കുന്നത്. വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ അത് ഉയർത്തി പറയേണ്ടതുണ്ട്. പക്ഷേ അതിൽ എവിടെയൊക്കെയോ ചില കല്ലുകളികളുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുന്നു വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി രാജ്യത്ത് ആദ്യമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് പോകുമ്പോഴാണ് ഈ ആരോപണങ്ങൾ വളരെ കൃത്യമായി തന്നെ പുറത്തേക്ക് വരുന്നത്. ആ നീക്കത്തിനെതിരെ ആളുകൾ ശക്തമായി തന്നെ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായ കണക്കുകളോ എന്തെങ്കിലും ഡേറ്റകളോ ഒന്നും തന്നെ, പഠന റിപ്പോർട്ടുകളോ അടക്കം ഒന്നും തന്നെ ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു വിട്ടുകൊണ്ട് വേണം സംസ്ഥാന സർക്കാർ, ഈ പഠന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ആ പഠന റിപ്പോർട്ടുകൾ പുറത്തുവിടണമെന്ന ആവശ്യമാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ ഒരു നടപടിയുമായി മുന്നിലേക്ക് പോകുന്നത് എന്ന ആരോപണമാണുള്ളത്. വലിയൊരു ആശങ്ക ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കാരണം മഞ്ഞക്കാർഡുള്ള കേന്ദ്ര സഹായം ലഭിക്കുന്ന ആളുകളുണ്ട്. അത് അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ അതിദാരിദ്ര്യ വിഭാഗത്തിൽ കേരളത്തിൽ നിന്ന് തന്നെ 5.92 ലക്ഷം കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആ കുടുംബങ്ങളിലായി 19,31,658 കണക്കുകൾ സഹിതമാണ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കുടുംബങ്ങൾക്കാണ് 2 രൂപ 1 രൂപ സൗജന്യ നിരക്കിലടക്കം ഗോതമ്പും അരിയും ലഭ്യമാക്കുന്ന പദ്ധതി ഉള്ളത്. ആ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ധാന്യം അത് ഇനി ലഭിക്കാതെയാകും എന്ന ഒരു കാര്യം മുന്നോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ 5,92,000 കുടുംബങ്ങൾ ഉള്ളതിൽ ആ കണക്ക് തന്നെ വളരെ 64,006 കുടുംബങ്ങളായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്തു പഠനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന ഒരു ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ആശങ്കയൊക്കെ ഉയർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും അടക്കമുള്ളവർ ഏകദേശം 23ഓളം പേർ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം തന്നെ കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന് മറുപടി നൽകണം എന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഏകദേശം 1.16 ലക്ഷം കുടുംബങ്ങളിലായി 4.85 ലക്ഷത്തോളം വനവാസി കുടുംബങ്ങളിൽ ഉൾപ്പെട്ട ആളുകളുണ്ട്. ആ വനവാസി കുടുംബങ്ങളിൽ ഇത്തരത്തിൽ അരി റേഷൻ പറ്റുന്ന ആളുകളുടെ എണ്ണം 6,400 കുറഞ്ഞു. അതെങ്ങനെയാണ് ഈ 6,400 വളരെ പെട്ടെന്ന് കുറഞ്ഞത്? അതിൻ്റെ കണക്കുകൾ എന്താണ്? അതാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ആശാ വർക്കർമാരുടെ സമരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 264 ദിവസം പിന്നിട്ടിരിക്കുന്നു. അവർക്ക് തന്നെ 233 രൂപയാണ് ദിവസവേതനമായി ലഭിക്കുന്നത്. അങ്ങനെ അസംഘടിത മേഖലയിലടക്കം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഏത് തരത്തിലാണ് ഇവർ പെട്ടെന്ന് അതിദാരിദ്ര്യരല്ലാതെ അല്ലെങ്കിൽ ദാരിദ്ര്യ സമൂഹത്തിൽപ്പെട്ടവർ അല്ലാതായി മാറിയത് എന്ന ആരോപണമാണ്, അല്ലെങ്കിൽ എന്ന കാര്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതിന് വേണ്ട കണക്കുകളോ ഇല്ലെങ്കിൽ ഡേറ്റകളോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ സർക്കാർ പുറത്തുവിട്ടുകൊണ്ട് വേണം ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ. അത് കൃത്യമായി രജിത്, ശരി, അത്തരത്തിൽ കൃത്യമായ കണക്കുകൾ ഒരുപക്ഷെ സർക്കാർ ഈ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പുറത്തു വിട്ടേക്കും. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രജിത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആശാവർക്കർമാരുടെ സമരം അത് വളരെ 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 മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മനസ്സിലാക്കുന്നതനുസരിച്ച് രാപ്പകൽ സമരം മതിയാക്കി ഈ ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് ക്യാമ്പയിൻ നടത്തുന്ന തരത്തിലേക്ക് ആശാവർക്കർമാർ മാറുകയാണെന്നാണ് കരുതുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി.
കൃത്യമായി ഈ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നതോടൊപ്പം തന്നെയാണ് ഈ ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇടപെടാതിരിക്കുന്ന ഒരു കാര്യം നേരത്തെ മുതൽ തന്നെ ഉള്ളത്. 264 ദിവസത്തേക്ക് സമരം നീണ്ടുപോയ ഒരു സാഹചര്യം അതിപ്പോഴും തുടരുന്നു. പക്ഷേ 1000 രൂപയുടെ വർധനവ് സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ കൂടിയും നടപ്പാക്കാനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000 രൂപയുടെ വർധനവിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി CITU-ന്റെയും അതുപോലെ തന്നെ ഇപ്പോൾ സമരം നടത്തുന്ന ആശാ വർക്കർമാരും തമ്മിൽ ഒരു വാക്പോര് തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ആശാ വർക്കർമാർ പറയുന്നത് തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്ന് അവർ പറയുന്നു. ഒപ്പം തന്നെ സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് CITU-ന്റെ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആഹ്ലാദ പ്രകടനമടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടി ആഹ്ലാദ പ്രകടനം സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളതും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആശാ വർക്കർമാർ സമരവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. തങ്ങളുടെ ആവശ്യം 27,000 രൂപ തങ്ങൾക്ക് ഓണറേറിയം ഒരു മാസം ലഭിക്കണമെന്ന ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. 5 ലക്ഷം രൂപയുടെ സഹായം അത് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ തങ്ങൾക്ക് ലഭിക്കേണ്ട 5 ലക്ഷം രൂപയുടെ സഹായമുണ്ട്, അതും ലഭിക്കണം എന്ന കാര്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ അവർ സമരം ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള കുടിൽ കെട്ടിയുള്ള സമരം അവസാനിപ്പിച്ചേക്കാം. നാളെയാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങളടക്കം ഉണ്ടാവുക എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ അവർ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രതിജ്ഞാ റാലി അടക്കം സമരപ്രതിജ്ഞാ റാലി അടക്കം നാളെ സംഘടിപ്പിക്കും. അതിന്റെ ഭാഗമായി ബാക്കി സമരത്തിന്റെ മറ്റു രൂപങ്ങൾ അല്ലെ മറ്റു രീതിയിൽ സമരം ഏത് രീതിയിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് എന്ന പ്രഖ്യാപനമടക്കം ഉണ്ടാകും. അത് നാളെ ഉണ്ടാവും. അത്തരത്തിൽ ആശാ വർക്കർമാർ തങ്ങളുടെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDF-നെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്കെതിരെ പ്രവർത്തിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അവർ ഓരോ പഞ്ചായത്തുകളിലും LDF-ന്റെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ തങ്ങൾക്ക് തുക വർദ്ധിപ്പിച്ച് നൽകാത്ത അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്തേക്ക് എത്തും എന്നാണ്. വീട് കയറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികൾക്കും ആശാ വർക്കർമാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണവുമായി വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ LDF-നെ വെല്ലുവിളിയാക്കാൻ പോകുന്നത്. ശരി, രജിത് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.